കിട്ടിയാ ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അമ്മയുണ്ട്, അച്ഛനില്ല നാട്ടിൽ. അപ്പോൾ അത് കാരണം നമ്മളിന്ന് എവിടെ പോകുന്നു? നമ്മളിന്ന് എവിടെ പോകുന്നത്? കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും അമ്പലത്തിലെത്തും. ബസ് കയറി പോകണം. ഓ അതെ, അമ്മ വരുന്നുണ്ട് ബാക്കി കൂടെ. അമ്പലത്തിൽ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും ലാസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് അമ്മ പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് തൊഴുത് വൈകിട്ടത്തെ കൂടെ ഒരു ഫുഡും കഴിച്ച് പോരാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോയത്. അന്നു ഓൾറെഡി ക്ലാസ്സിൽ പോയായിരുന്നു. അവൾ വൈകിട്ട് ഞങ്ങളോട് അമ്പലത്തിൽ കയറിയിട്ട് വരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് വലിയൊരു തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആ ഒരു സമയം ദീപാരാധന സമയത്ത് എത്താനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോൾ വലിയൊരു തിരക്കുണ്ടാവാറില്ല. ഒഴിവ് ദിവസങ്ങളിലാണെങ്കിലും നല്ല തിരക്കുണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്ത് ഫുള്ള് നല്ല തിരക്കും ട്രാഫിക്കുമാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടെങ്കിലും അമ്പലത്തിൽ ഉള്ളിൽ കയറി തൊഴുകൽ കുറവാണ് കേട്ടോ. നല്ല തിരക്കായിരിക്കും നമ്മൾ വരുന്ന സമയത്ത്. അപ്പോൾ അത് കാരണം ലൂയിനെയും കൊണ്ട് ഒട്ടും നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്ന് അമ്പലത്തിലെത്തി ഒരു 6 മണിയായപ്പോഴേക്കും എത്തി. അമ്പലത്തിൽ ചെരുപ്പൊക്കെ ഊരിയിട്ട് കേട്ടോ. ഈ ഒരു ചെരുപ്പ് ഊരിയിടുന്ന പണി ഒരു ചെരുപ്പ് അപ്പുറം ഒരു ചെരുപ്പ് ഇപ്പുറമൊക്കെ ആയിട്ട് പണ്ട് ഇടാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇന്നിട്ടത്. നമ്മളിന്ന് ചെന്നപ്പോൾ അമ്പലത്തിൽ ആനെ തൊഴാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേര് ഞാൻ നോക്കി വെച്ചിരുന്നെങ്കിലും പേര് മറന്നു പോയിട്ടോ. അപ്പോൾ ആനനെ തൊഴാൻ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് ലൂക്കിട്ടൻ ആനനൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റി. ബിഗ് ആനല്ലേ? കുറേ നാളായിട്ടോ ലൂയിക്ക് ഞാൻ ചെറുപ്പത്തിൽ ഉത്സവത്തിനൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവനിത്തിരി ഓർമ്മയൊക്കെ ആയ പിന്നെ ആനനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ ലൂയിനെ കുറച്ച് നേരമൊക്കെ അവിടെ നിർത്തി കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. ഉള്ളിൽ നമുക്ക് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി. അമ്മ ചന്ദനൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ ലൂയിക്കുട്ടനെ ഒന്ന് ഓടി നടക്കാനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് ക്ഷേത്രപാലകനുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറി ഒന്ന് തൊഴണം കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഒന്ന് കയറി തൊഴുതു. അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശിവനുണ്ട് അകത്ത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ സൈഡിലായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പണ്ട് ഒരു ശിവൻ്റെ അമ്പലമായിരുന്നു എന്നും അത് പിന്നീട് ഭദ്രകാളിയുടെ അമ്പലമാക്കി മാറ്റി എന്നുള്ളതൊക്കെ ഉണ്ടോ, പ്രതിഷ്ഠ ആയി എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യങ്ങൾ. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ഞാനത് വായിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുൻപൊക്കെ. നമ്മളിങ്ങനെ PDF ഓരോന്നൊക്കെ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതിന് ശേഷം അമ്മ പ്രസാദമൊക്കെ വാങ്ങി. ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ തിന്നു കേട്ടോ. ലൂയിക്ക് അവിൽ മലർ ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇതൊക്കെ ഇരുന്ന് വാരത്തിനാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് ലൂയി തിന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ആന ഓൾറെഡി പോവുകയാണ്. അമ്പലത്തിൽ കുറേ നേരമായിട്ടുണ്ട് കൊണ്ടുവന്നിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ പോവുകയാണ് കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് നമ്മളും ഇറങ്ങി. അന്നുവും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് വലിയൊരു പരിപാടിയൊന്നുമില്ല, ആനിവേഴ്സറി ആണ്. അച്ഛനില്ല, സോ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമാണല്ലോ, അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. തൊട്ടടുത്തുള്ള കടയിൽ തന്നെയാണ് നമ്മൾ സ്ഥിരം വരുന്ന വീനസിൽ തന്നെയാണ്. ചില്ലി ചിക്കനും ചപ്പാത്തി മതിയാ? മതിയാ? ചില്ലി ചിക്കനും ചപ്പാത്തി മതിയാ? അതാണ് ഇഷ്ടം. ചില്ലി ചിക്കൻ ചപ്പാത്തി ഇഷ്ടമാണ്. നമുക്ക് നോക്കിയേ, ലൂയുടെ നെറ്റിയിലുണ്ട് ചന്ദനം. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ കേട്ടോ അച്ഛനും അമ്മയും ഞാനും അന്നും കൂടെ ഞങ്ങളുടെ യൂണിക്കോൺ ബൈക്കിൽ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും അമ്പലത്തിൽ പോകാറുണ്ട്.
ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിൽ എന്തായാലും പോയിരിക്കും. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വരാം. ഞങ്ങൾ വരുമ്പോൾ ഡൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരാം. എനിക്ക് ഇവിടെയൊക്കെ കയറിയപ്പോൾ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു കുഞ്ഞു ദിവസം ഇങ്ങനെയൊക്കെ അവസാനിച്ചു. അമ്മ ബില്ലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും.